തീരദേശ മേഖലയിലെ ജനങ്ങളുടെ സംരക്ഷണത്തിനായി വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസ് നാടിന് സമർപ്പിച്ചു. കൊല്ലം ബിഷപ്പ് പോൾ ആന്റണി താമരശ്ശേരി ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊല്ലം വാടി പള്ളിക്ക് സമീപമായിരിക്കും ആംബുലൻസ് പാർക്ക് ചെയ്യുക. ഞായറാഴ്ച ബീച്ചിന് സമീപവും 24 മണിക്കൂറും ആംബുലൻസ് പ്രവർത്തനനിരതമായിരിക്കും. തീരദേശത്തെ ജനങ്ങൾക്ക് ആവശ്യം വന്നാൽ ആംബുലൻസിന് വേണ്ടി ഇനി കിലോമീറ്ററുകൾ പോകേണ്ട ആവശ്യമില്ലെന്നും വി കെയർ പാലിയേറ്റീവിന്റെ ഈ ഉദ്യമം തീരദേശ ജനതയോടുള്ള ഐക്യദാർഢ്യമാണെന്നും ബിഷപ്പ് പറഞ്ഞു. ഐക്യപൂർണമായ പ്രവർത്തനത്തിലൂടെ ഇതാ പുതിയൊരു സംരംഭം കൂടെ ഈ ആംബുലൻസ് വഴി നമ്മുടെ തീരദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സഹായമാണ് ഈ ആംബുലൻസ്. വി കെയറിൻ്റെ പാലിയേറ്റീവ് കെയറിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ ആംബുലൻസ് ഇവിടെ ആവശ്യമുള്ളവർക്ക് സഹായമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അതൊരു വലിയ സഹായമാണ് ഈ സമൂഹത്തിന്. അതിനേക്കാൾ സമൂഹത്തിന് വേണ്ടിയുള്ള ഈ ശ്രദ്ധ മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത് ഇന്നേ ദിവസം പ്രത്യേകിച്ച് കുടുംബത്തോട് കരുതൽ കാണിച്ച, തൻ്റെ കുടുംബത്തെ വളരെ കരുതലോടുകൂടി നയിച്ച വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിവസത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന വലിയ സന്തോഷമുണ്ട്. തീരദേശത്ത് നിലവിൽ ആംബുലൻസ് സൗകര്യമില്ലാത്തതിനാൽ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനമാണ് വി കെയർ പാലിയേറ്റീവിൻ്റേത്. അതിന് വി കെയറിന്റെ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും ബിഷപ്പ് പറഞ്ഞു. വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജ് എഫ് സേവ്യർ വലിയ വീട് അധ്യക്ഷത വഹിച്ചു. വാടി ഇടവക വികാരി ഫാദർ ക്രിസ്റ്റഫർ ഹെൻറി, FCDP ഡയറക്ടർ ജോബി ജേക്കബ് മെൻഡസ്, വി കെയർ ട്രഷറർ ബെറ്റ്സി എഡിസൺ, വൈസ് ചെയർമാൻ ഇഗ്നേഷ്യസ് വിക്ടർ, ചീഫ് കോർഡിനേറ്റർ ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.